ഓം ഹരിശ്രീ ഗണപതേ നമഃ. ഓം സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട് കർക്കിടക മാസം 4-ാം തീയതി 2025 ജൂലൈ മാസം 20 ഞായറാഴ്ച, രാമായണ മാസം 4-ാം ദിവസം. നമുക്കിന്ന് ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കി ഭാഗം കേൾക്കാം. കുമാരന്മാർക്ക് ശൈവജാപം കാണാൻ താല്പര്യമുണ്ടെന്ന് വിശ്വാമിത്രൻ അറിയിച്ചതനുസരിച്ച് ജനക മഹാരാജാവ് തൻ്റെ സജീവന്മാരോട് ശാപം എടുത്തുകൊണ്ടുവരുവാൻ ആജ്ഞാപിക്കുന്നു. അതേസമയം സീതയുടെ ജന്മരഹസ്യം വെളിപ്പെടുത്തുകയാണ്. വയൽ ഉഴുതുമറിച്ചുകൊണ്ടിരുന്നപ്പോൾ വയലിൽ നിന്ന്, ആ ഉഴവുചാലിൽ നിന്ന് കിട്ടിയ കന്യകയാണ് സീതയായി വളർന്നു വന്നിരിക്കുന്നത്. മണ്ണിൽ നിന്ന് കിട്ടിയ ആ കുട്ടിയെ ജനക മഹാരാജാവ് സ്വന്തം മകളായി വളർത്തി. അതിസുന്ദരിയായ അവളെ പണിഗ്രഹണം ചെയ്യാൻ നാനാദേശത്തു നിന്നും വീരശൂര പരാക്രമികളും സുന്ദരന്മാരുമായ പല രാജാക്കന്മാരും വന്നു ചേർന്നു. അതിസുന്ദരിയും അയോനിജയുമായ ആ കന്യകയെ അങ്ങനെയൊന്നും എളുപ്പമാർക്കും വരിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഒരു പരീക്ഷയിൽ കൂടി മാത്രമേ അവളെ സ്വന്തമാക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ജനക മഹാരാജാവിൻ്റെ പൂർവികന്മാർക്ക് മഹാദേവനിൽ നിന്നും കിട്ടിയ ആ ശൈവജാപം ആര് ഖണ്ഡിക്കുന്നുവോ അവർക്ക് മാത്രമേ സീതാദേവിയെ വരിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ജനകരാൽ പൂജിതമായ ആ വിശിഷ്ട ധനുസ് മഹാവീരന്മാരായ രാജാക്കന്മാർക്കും ദേവന്മാർക്കും അസുരന്മാർക്കും രാക്ഷസന്മാർക്കും ഗന്ധർവാദികൾക്കും ഒന്നും കുലയ്ക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയാണോ സാധാരണ മനുഷ്യരുടെ കാര്യം? ആ വില്ലൊന്ന് എടുക്കാനോ കുലയ്ക്കാനോ തൊടുക്കാനോ, എന്തിനേറെ ഒന്ന് അനക്കാൻ പോലും ആർക്കും കഴിഞ്ഞില്ല. അങ്ങനെ ശ്രേഷ്ഠമായ ആ ശൈവചാപം ഇപ്പോൾ ചാപവാഹകന്മാരും 5000 കിങ്കരന്മാരും കൂടി ഹുങ്കാര ശബ്ദത്തോടുകൂടി എടുത്തുകൊണ്ടുവന്ന് രാജസദസ്സിൽ വയ്ക്കുകയാണ്. ആയിരക്കണക്കിന് മണികളാലും രത്നങ്ങളാലും പവിഴങ്ങളാലും അതുപോലെ വിശിഷ്ട വസ്ത്രങ്ങളാലും അലങ്കരിക്കപ്പെട്ട ആ ശൈവചാപത്തെ നോക്കി ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര മാമുനിയോട് ചോദിച്ചു, മാമുനെ, എനിക്ക് ഈ വില്ലെടുക്കാമോ, കുലയ്ക്കാമോ, വലിച്ചിടാമോ? അത് കേട്ട് ചെറിയ പുഞ്ചിരിയോടുകൂടി വിശ്വാമിത്രൻ പറഞ്ഞു, വത്സ ശ്രീരാമ, നീ നിനക്കാകുന്നത് പോലെ എല്ലാം ചെയ്തോളൂ. ഇതുമൂലം നമുക്കും വംശത്തിനും മംഗളം ഭവിക്കും. അനേകായിരം ആളുകൾ നോക്കി നിൽക്കെ ശ്രീരാമൻ അനായാസേന വില്ലെടുത്ത് കുലച്ച് ഞാൺ കെട്ടി വലിക്കുന്നു. വില്ല് നടുക്ക് വെച്ച് രണ്ടായിട്ട് ഒടിഞ്ഞു വീഴുന്നു. അപ്പോൾ ഇടിവെട്ടുന്ന പോലെ വലിയ ശബ്ദമുണ്ടായി. ഭൂമി വിറകൊണ്ടു, പർവ്വതങ്ങൾ പിളർന്നു. ഒച്ചകേട്ട് മോഹമാർന്ന സാധാരണ മനുഷ്യരെല്ലാം നിലം പതിച്ചു. വിശ്വാമിത്ര മാമുനിയും രാജപുത്രന്മാരും മാത്രം മോഹിതരായില്ല. ജനങ്ങൾ മോഹാലസ്യം വിട്ടുണർന്നപ്പോൾ പരിഭ്രമം തീർന്ന രാജാവ് കൂപ്പുകൈയോടെ മഹർഷിയോട് ഇപ്രകാരം അറിയിച്ചു, ഭഗവൻ ശ്രീരാമചന്ദ്രൻ്റെ വീര്യം ഞാൻ കണ്ടു. ഇതെന്ത് അത്ഭുതം, അചിന്യം, അപ്രതീക്ഷിതം! എൻ്റെ മകൾ സീത ദശരഥപുത്രനെ തന്നെ ഭർത്താവായി സ്വീകരിച്ച് എൻ്റെ വംശത്തിന് കീർത്തി വരുത്തും. അത് നിശ്ചയം തന്നെ. ശൈവജാപം ഖണ്ഡിക്കുന്നവർക്ക് മാത്രമേ തൻ്റെ മകളെ നൽകൂ എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നത് എത്ര നന്നായി എന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു. അങ്ങ് അയോധ്യയിലേക്ക് ദൂതന്മാരെ അയച്ചാലും അവർ ദശരഥ മഹാരാജാവിനെ വിവരമറിയിച്ച് അദ്ദേഹത്തെയും പരിവാരങ്ങളെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരട്ടെ. എൻ്റെ പുത്രിയായ സീതയെ പുത്രവധുവായി സ്വീകരിക്കട്ടെ. അതിൻ പ്രകാരം വിശ്വാമിത്രൻ വിവരങ്ങളെല്ലാം സന്ദേശമാക്കി ദൂതന്മാരെ അയോധ്യയിലേക്ക് അയക്കുന്നു. ദൂതന്മാരിൽ നിന്നും വിവരം കേട്ടറിഞ്ഞ് ദശരഥ മഹാരാജാവിന് വളരെയധികം സന്തോഷമുണ്ടായി. അദ്ദേഹത്തിന് ആ സീതയെപ്പറ്റിയും സീതയെ മോഹിച്ചു വന്ന രാജാക്കന്മാർ പരാജയപ്പെട്ട് മടങ്ങിയതും അവരെല്ലാം ജനക മഹാരാജാവിനോട് ഏറ്റുമുട്ടിയതും എല്ലാം അറിയാമായിരുന്നു. ദിവ്യമായ ശൈവചാപത്തെക്കുറിച്ചും ആ വലിയ സദസ്സിനു മുമ്പിൽ വെച്ച് ശ്രീരാമൻ ആ ശൈവജാപം ഖണ്ഡിച്ചതുമെല്ലാം അറിഞ്ഞപ്പോൾ വളരെയധികം സന്തുഷ്ടനായ രാജാവ് ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിക്കുകയാണ്. കുലഗുരുവായ വസിഷ്ഠൻ, ബ്രാഹ്മണർ, മറ്റു പുരോഹിതർ, മന്ത്രിമാർ എന്നിവരോടുകൂടി ചതുരംഗ സേനയോടുകൂടിയാണ് ദശരഥൻ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെടുന്നത്.
യഥാവിധി അവിടെ എത്തിച്ചേർന്ന രാജാവിനെയും പരിവാരങ്ങളെയും ജനക മഹാരാജാവും മറ്റ് ഗുരുക്കന്മാരും മുനിമാരും ചേർന്ന് യഥാവിധി സ്വീകരിച്ച് സൽക്കരിക്കുന്നു. ശ്രീരാമലക്ഷ്മണന്മാർ മുന്നോട്ട് വന്ന് തൻ്റെ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും പാദം തൊട്ട് വണങ്ങുന്നു. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം പിറ്റേ പ്രഭാതത്തിൽ ഉത്രം നക്ഷത്രം വിശിഷ്ട തിഥിയായതിനാൽ അന്നേ ദിവസം സ്വയംവരം നടത്താൻ തീരുമാനിക്കുന്നു. മിഥിലയിലെ രാജാവായ ജനക മഹാരാജാവിൻ്റെ വളർത്തുമകൾ സീതയെ ശ്രീരാമചന്ദ്രനും സ്വന്തം മകളായ ഊർമിളയെ ലക്ഷ്മണനും വരിക്കുന്നു. അതുപോലെ തന്നെ സാങ്കശ്യത്തിലെ രാജാവായ ജനക മഹാരാജാവിൻ്റെ അനുജൻ കുശധ്വജൻ്റെ കന്യകമാരായ മാണ്ഡവിയെ ഭരതനും ശ്രുതകീർത്തിയെ ശത്രുഘ്നനും വരിക്കുന്നു. 4 കുമാരന്മാരും അവരവരുടെ ഭാര്യാസമേതം അഗ്നിയെയും വേദിയെയും രാജാവിനെയും ഋഷിമാരെയും പ്രദക്ഷിണം ചെയ്യുന്നു. യഥോചിതം വിധിപ്രകാരം എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങുന്നു. ആകാശത്തു നിന്നും വലിയ പുഷ്പവൃഷ്ടിയുണ്ടായി. ദിവ്യ ദുന്ദുഭികൾ മുഴങ്ങി. ഗീതവാദി ഘോഷ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്സരസുകൾ നൃത്തം വെച്ചു. ഗന്ധർവന്മാർ മനോമോഹനമായി പാട്ടുപാടി. ഇങ്ങനെ അത്ഭുതങ്ങളെല്ലാം സംഭവിക്കുകയാണ്. തേജസ്വികളായ അവർ ഭാര്യമാരെ വിധിപ്രകാരം സ്വീകരിച്ചു. അനന്തരം അയോധ്യയിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്നു. ഇനിയത്തെ കഥാഭാഗം പരശുരാമനെ സന്ധിക്കുന്നതാണ്. അങ്ങനെ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നും മിഥിലയിൽ നിന്നും അയോധ്യയിലേക്കുള്ള യാത്രാമധ്യേ പല ദുർനിമിത്തങ്ങളും കാണാൻ തുടങ്ങി. ഘോരങ്ങളായ പക്ഷികളെല്ലാം ചുറ്റും കൂയിക്കൊണ്ട് പറക്കുന്നു. കോമന്മാർ മൂളുന്നു. മൃഗങ്ങൾ അലറി വിളിക്കുന്നു. നട്ടുച്ച സമയത്ത് സൂര്യൻ അസ്തമിക്കുന്നു. മരങ്ങളെല്ലാം കടപുഴകുന്നു. വൻ കാറ്റടിച്ച് പൊടിപടലങ്ങൾ കൊണ്ട് പാരെല്ലാം കാണാതെയായി. ഇങ്ങനെ ജനങ്ങളെല്ലാം വല്ലാതെ വിഷമിച്ചു. രാജാവും പുത്രന്മാരും ഋഷിമാരും മാത്രം ബോധം കെടാതെ നിലകൊള്ളുകയാണ്. മറ്റെല്ലാം നിശ്ചേതനമായി. എല്ലാവരും അന്ധാളിച്ചു പോയി. ആ കൂരിരുട്ടിൽ പോരാളികളെല്ലാം ഇങ്ങനെ പൊടിപടലങ്ങളിൽ മുങ്ങി പരസ്പരം തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലായി. ആ സമയത്ത് കൈലാസ പർവ്വതം പോലെ തങ്ങളുടെ മുമ്പിൽ ഭീമാകാരനായ ജടാമണ്ഡലധാരിയായ ക്ഷത്രിയ കുലകാലനായ ഭാർഗവരാമനെ കാണുകയാണ്. മഹർഷിമാരെല്ലാം അവരവരുടെ മനസ്സിലിങ്ങനെ വിചാരിച്ചു, ക്ഷത്രിയ വംശത്തെ മുടിച്ച് തൻ്റെ കോപം അടക്കിയതല്ലേ, 21 വട്ടം ക്ഷത്രിയ വംശത്തെ നിഗ്രഹിച്ച ഈ പരശുരാമൻ്റെ ക്രോധം അടങ്ങിക്കാണും. ഇനിയും ക്ഷത്രിയന്മാരെ വധിക്കാൻ ഇദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവില്ല. എന്തും വരട്ടെ എന്ന് വിചാരിച്ച് അർഘ്യപാദ്യാദികളെല്ലാം കൈകളിലെടുത്ത് മഹർഷിയെ വന്ദിക്കുകയാണ്. അങ്ങനെ ഹേ രാമ രാമ എന്ന് മൃദുവായി വിളിച്ച് ഋഷിമാർ നൽകിയ സൽക്കാരത്തെ സ്വീകരിച്ച് ഭാർഗവരാമൻ ശ്രീരാമനോട് ചോദിച്ചു, നീ ആരാണ്? കണ്ടിട്ട് ബാലകന്മാരെ പോലെ തോന്നുന്നുവല്ലോ. എവിടേക്ക് പോകുന്നു? എന്തിനായി പോകുന്നു? വേഗം പറയൂ. ഇതിന് ഉത്തരമായി ഞാൻ ദശരഥപുത്രനായ ശ്രീരാമനാണ് എന്ന് പറഞ്ഞ ശ്രീരാമനോട് ഭാർഗവരാമൻ ക്രുദ്ധനായി ചോദിച്ചു. ഇങ്ങനെയാണ് രാമായണത്തിൽ എഴുതിയിരിക്കുന്നത്. ബദ്ധരോഷേണ വന്യജ്വാല പൊങ്ങിയിടും വണ്ണം വക്ത്രവും മധ്യാന്നാർക്കമണ്ഡലം പോലെ ദീപ്ത്യ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ലരക്ഷണമെന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. വർദ്ധിച്ച രോഷത്തോടെ വായിൽ നിന്നും വന്യജ്വാല, അതായത് അഗ്നിജ്വാല പൊങ്ങിയിടുന്നത് പോലെ, അതുപോലെ തന്നെ മധ്യാഹ്നാർക്കമണ്ഡലം പോലെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു സൂര്യൻ ഉദിച്ച് നട്ടുച്ച സമയത്ത് എന്ത് ചൂടായിരിക്കും. അപ്പോൾ അർക്കമണ്ഡലം, ഒരു കൂട്ടം സൂര്യന്മാരുദിച്ചുയർന്ന് ഒരുപോലെ തിളങ്ങി നിന്നാൽ നട്ടുച്ചയ്ക്ക് എന്തുമാത്രം ജ്വാലയായിരിക്കും. അതുപോലെ ദേഷ്യത്തോടെയാണ് ശ്രീരാമചന്ദ്രനോട് ചോദിച്ചത്, ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിങ്കൽ? 3 ലോകത്തിലും ഞാനല്ലാതെ വേറെ ഏത് രാമനാണ്? നീ ഏത് രാമനാണ്? ഞാനല്ലാതെ ഈ 3 ലോകത്തിലും മറ്റ് രാമന്മാരില്ല തന്നെ. മനുഷ്യനായ നീ ക്ഷത്രിയനാണെങ്കിൽ അരക്ഷണം നിന്ന് എന്നോട് യുദ്ധം ചെയ്യുക. നീ അമ്പും വില്ലും പ്രയോഗിക്കുന്നതിൽ വല്ലാതെ സമർത്ഥനാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നീയല്ലേ ആ ശൈവചാപം ഖണ്ഡിച്ചത്? എൻ്റെ കയ്യിലും ഒരു ചാപമുണ്ട്, വൈഷ്ണവം എന്ന് പേരുള്ളത്. നീ ക്ഷത്രിയ കുലജാതനാണെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യുക. ആ ചാപമെടുത്ത് എൻ്റെ നേരെ
യുദ്ധം ചെയ്യാൻ റെഡിയാവുക എന്ന് പറഞ്ഞു. ഇത് കേട്ട ശ്രീരാമചന്ദ്രൻ ചോദിച്ചു, അങ്ങ് മഹാത്മാവല്ലേ, ഇങ്ങനെ ബാലന്മാരോട് ക്രുദ്ധരായി പെരുമാറുന്നത് ശരിയാണോ? ഇങ്ങനെ തുടങ്ങിയാൽ അവർക്ക് എന്ത് ആശ്രയമാണുള്ളത്? തപോനിധേ, ആശ്രമകുലധർമ്മം എങ്ങനെയാണ് പാലിക്കുക? അങ്ങ് തിരുവുള്ളത്തിൽ കനിവുണ്ടായി ഇങ്ങനെയെല്ലാം പെരുമാറാൻ പാടുണ്ടോ? അന്ധനായിരിപ്പോരു ബാലകനുണ്ടോ? ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തിങ്കലുദ്ഭവിക്കുകയും ചെയ്തേൻ, ശസ്ത്രാസ്ത്രപ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല, ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിൻ തിരുവടിയുടെ ചിന്തിതം, അതുമൂലം വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാം, അല്ലെങ്കിൽ തിരുവുള്ളക്കേടും ഉണ്ടാക വേണ്ട. ഇങ്ങനെ ബാലന്മാരോട് ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? അങ്ങ് ചിന്തിച്ചു നോക്കൂ. ക്ഷത്രിയ കുലത്തിങ്കൽ ജനിച്ചിട്ട് ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യം എനിക്ക് അത്ര ഏറെയൊന്നുമില്ല. ശത്രുവെന്നോ മിത്രമെന്നോ ഉള്ള ഭേദവും എനിക്കറിയില്ല. ഞാൻ സംഹാരം നടത്താൻ സമർത്ഥനുമല്ല. അങ്ങ് മനസ്സിൽ ചിന്തിക്കുന്നത് ആ കാലകാലനായ മഹാദേവൻ പോലും ലംഘിച്ചിടുന്നതല്ല. പക്ഷേ അങ്ങ് വിചാരിക്കുന്നുവെങ്കിൽ ആ വില്ലിങ്ങ് തന്നാലും, അതായത് പരശുരാമൻ്റെ കയ്യിലുള്ള വൈഷ്ണവചാപം ഇങ്ങ് തന്നാലും എന്നെക്കൊണ്ടാകുന്നത് പോലെ ഞാൻ ശ്രമിക്കാമെന്ന് ശ്രീരാമചന്ദ്രൻ ഭാർഗവരാമനോട് പറയുന്നു. ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം കേട്ട ദശരഥ മഹാരാജാവ് പേടിച്ചുപോയി. അദ്ദേഹം ഭാർഗവരാമനെ വന്നിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്, കീർത്തിക്കുകയാണ്, പുകഴ്ത്തുകയാണ്. കാർത്തവീര്യാരേ പരിത്രാഹിമാം തപോനിധേ, മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ, ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജമദഗ്നിപുത്ര, മാം പരിത്രാഹി രേണുകാത്മജ വിഭോ. പരശുബാണേ പരിപാലയ കുലം മമ, പരമേശ്വരപ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയാ പിതൃഗണതർപ്പണം ചെയ്തനാഥ, കാത്തുകൊള്ളുക തപോവാരിധേ, ഭൃഗുപതേ കാൽത്തളിരിണ തവ ശരണം മമ വിഭോ. ഇപ്രകാരമുള്ള ദശരഥൻ്റെ പ്രാർത്ഥനയൊന്നും ആദരിക്കാതെ ആണ് ക്രുദ്ധനായിട്ട് വീണ്ടും ശ്രീരാമചന്ദ്രനെ പോരിന് വിളിക്കുന്നത്. ശ്രീരാമൻ പരശുരാമനോട് ഇങ്ങനെ പറയുകയാണ്, ഹേ ഭാർഗവരാമ, അങ്ങ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങ് തൻ്റെ പിതാവിനോടുള്ള കടം വീട്ടിയ രീതിയും കൊള്ളാം. ക്ഷത്രിയ വീര്യത്തിലും ധർമ്മത്തിലും അശക്തനാണ് ഞാൻ എന്ന് കരുതിയാണോ അങ്ങ് ക്ഷത്രിയ കുലജാതനെങ്കിൽ എൻ്റെ വില്ല് എൻ്റെ നേർക്ക് എതിരിടൂ എന്ന് പറഞ്ഞത്? അങ്ങ് എന്നെ വല്ലാതെ അപമാനിക്കുന്ന രീതിയിലാണല്ലോ സംസാരിച്ചത്. എൻ്റെ തേജസ്സും പരാക്രമവും കാണാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വില്ലിങ് തന്നോളൂ എന്ന് പറഞ്ഞ് ഭാർഗവരാമൻ്റെ കയ്യിൽ നിന്ന് വില്ലും ശരവും വളരെ നിസ്സാരമായിട്ട് വാങ്ങിക്കുകയാണ്. വില്ല് കൈമാറുന്ന സമയത്ത് ആ പരശുരാമനുള്ള വൈഷ്ണവ അംശം ശ്രീരാമനിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നാടകം അവിടെ നടന്നത്. അതായത് വൈഷ്ണവ അംശത്തിൽ ജനിച്ചതാണ്, മഹാവിഷ്ണുവിൻ്റെ അംശജാതനാണ് പരശുരാമനും. ആ വില്ല് കൈമാറുന്നതോടുകൂടി ഭഗവാന്റെ ആ അംശം ശ്രീരാമനിലേക്ക് കൈമാറപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ വില്ല് വലിച്ച് ഞാണേറ്റി അമ്പു തൊടുത്ത് കോപത്തോടെ ഭാർഗവരാമനോട് ഇങ്ങനെ പറയുകയാണ്, അങ്ങ് ബ്രാഹ്മണനായാലും വിശ്വാമിത്രനെ ഓർത്ത് ഞാൻ അങ്ങയുടെ പ്രാണനെ ഹനിക്കുന്നില്ല. ഇത്രയും പറഞ്ഞ് ശാപമെടുത്ത് കുലയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇത് കാണാനായി യക്ഷരാക്ഷസ ഗന്ധർവാദികളും മറ്റ് ദേവന്മാരും ഋഷികളും എല്ലാം അണിനിരന്നു. ആ പിതാമഹനെ പുരസ്കരിച്ച് എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ലോകം സ്തംഭിച്ചു പോയി എന്നാണ് പറയുന്നത്. ഈ വൈഷ്ണവചാപം കൈമാറിയതോടുകൂടി പരശുരാമൻ്റെ ശക്തിയെല്ലാം ക്ഷയിച്ചു. അദ്ദേഹം ശ്രീരാമനെ നോക്കി. തേജസ്സെല്ലാം നശിച്ച് വീര്യം ഒടുങ്ങി ജഡീഭവിച്ച അവസ്ഥയിലായ ഈ പരശുരാമൻ ശ്രീരാമനോട് പതുക്കെ പറയുകയാണ്, പണ്ട് ഞാൻ കശ്യപന് ഭൂമിയെല്ലാം ദാനം ചെയ്തു. അതായത് ക്ഷത്രിയ നിഗ്രഹത്തിന് ശേഷം
ഭൂമിയെല്ലാം വീണ്ടെടുത്ത് ക്ഷത്രിയന്മാരിൽ നിന്ന് വീണ്ടെടുത്ത് കശ്യപന് ദാനം ചെയ്തിരുന്നു. അന്ന് കശ്യപൻ പറഞ്ഞിരുന്നു, എൻ്റെ രാജ്യത്തിൽ പാർക്കരുത് എന്ന്. അതായത് ആ കശ്യപൻ്റെ വാക്ക് മാനിച്ച് രാത്രിയൊന്നും ഭൂമിയിൽ പാർക്കാറില്ല പരശുരാമൻ. വീണ്ടും പരശുരാമൻ ശ്രീരാമനോട് പറഞ്ഞു, അങ്ങ് എൻ്റെ ഗതി മുടക്കരുത്. തപസ്സുകൊണ്ട് അതുല്യങ്ങളായ ലോകങ്ങൾ, അതായത് നിസ്തുലങ്ങളായ നേട്ടങ്ങൾ ഞാൻ കൈവരിച്ചിട്ടുണ്ട്. ഈ വിശിഷ്ടമായ ശരം കൊണ്ട് അങ്ങ് അവയെ എല്ലാം ഹനിച്ചാലും ഒട്ടും താമസിക്കേണ്ട. ഈ ധനുസ് കയ്യിലെടുത്ത അങ്ങ് കേവലം ഒരു സാധാരണ മനുഷ്യനല്ല, ഭഗവാൻ മഹാവിഷ്ണുവാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ പ്രണാമം സ്വീകരിച്ചാലും എന്നെ മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോകാൻ അനുവദിച്ചാലും എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രനെ വന്ദിച്ച് മഹേന്ദ്രപർവ്വതത്തിലേക്ക് അദ്ദേഹം തപസ്സിനായി പോകുന്നു. ശ്രീരാമൻ ശരമയക്കുമ്പോൾ പരശുരാമനാൽ ആർജിതമായ സകല വിശിഷ്ട ശക്തികളും അദ്ദേഹത്തിലേക്ക് ആവാഹിക്കുന്നു. ഇതും മുന്നേ തന്നെ മഹാവിഷ്ണുവിനാൽ തീരുമാനിക്കപ്പെട്ടതാണ്, എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരുന്നതാണ്. അനന്തരം എല്ലാവരും അയോധ്യയിലേക്ക് മടങ്ങുന്നു. എല്ലാവരും സന്തോഷസമന്വിതം അയോധ്യാപുരിയിൽ എത്തിച്ചേരുന്നു. അവിടെ പ്രജകളെല്ലാം, അതായത് അയോധ്യ നിവാസികളെല്ലാം രാജപാതകൾ അടിച്ചു തെളിച്ച് പൂക്കൾ വിതറി രാജാവിൻ്റെയും കൊടിതോരണങ്ങൾ കെട്ടി അലങ്കരിച്ച് വാദ്യഘോഷങ്ങൾ മുഴക്കി പാട്ടും നൃത്തവുമായി എല്ലാവരെയും സ്വീകരിക്കുന്നു. ഇവിടെ ബാലകാന്ഡം അവസാനിക്കുകയാണ്. ഇനി അടുത്തത് അയോധ്യാകാന്ഡമാണ്. അയോധ്യാകാന്ഡത്തിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം നേരുന്നു. നിങ്ങൾക്കിന്ന് സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യാനും സന്മനസ് കാണിക്കുമല്ലോ.